ഹായ്. ഇന്ന് അക്ബർ ബാഷേൻ്റെ കഥയാണ് പറയുന്നത്. അക്ബർ ബാഷയ്ക്ക് ഒരു ചിന്തയുണ്ട്. വാങ്ങ് വിളിക്കുമ്പോൾ എൻ്റെ പേര് കൂടി അതിനകത്തോടല്ല, അക്ബർ ബാഷ. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞു കൊടുത്തു, നീ അക്ബറാണ്, അക്ബർ മേളിലിരിക്കുന്നവനാണ്, അള്ളാഹയാണ് അക്ബർ, അള്ളാഹു അക്ബർ. ഇന്ന് ചിലവർ ഇവിടെയൊക്കെ ചിലവർ വാങ്ങ് വിളിക്കുന്നത് ഹുയ്യാലസലാന്ന് പറഞ്ഞു കൂവ. വാങ്ങ് വിളിക്കുമ്പോൾ നല്ല സ്വരത്തിൽ വാങ്ങ് വിളിക്കണം. അടുത്ത ഹിന്ദുക്കളോ മറ്റുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് അതിൻ്റെ വാങ്ങ് വിളി ശൈലി വേണമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വീഡിയോയിൽ പറയാം. അപ്പം അതല്ല, അക്ബർ ബാഷ നായാട്ടിന് പോകുന്ന വഴിക്ക് ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തി വഴിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഈ കുതിരപ്പുറത്തെ നായാട്ടിന് പോകണം. അദ്ദേഹം ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് പിന്നെ തടസ്സപ്പെട്ടുകൊണ്ട് അദ്ദേഹം വീണ്ടും നായാട്ടിന് പോയി. തിരിച്ചു വന്നിട്ട് മന്ത്രിയടുത്ത് പറഞ്ഞു, മന്ത്രിയെ, ഞാൻ ഭരിക്കുന്ന എൻ്റെ രാജ്യത്ത് എത്ര അന്തകന്മാരുണ്ട്, അവരുടെ ലിസ്റ്റ് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ള കിട്ടണം. മന്ത്രിയോ ഊമ്പിപ്പോയി. എവിടെ നടത്തി കൊടുക്കാനാ? അന്ന് കമ്പ്യൂട്ടറിലും ഉണ്ടോ? ഇന്നാണെങ്കിൽ കടകട രണ്ടടി അടിച്ചാൽ എത്ര അന്തകന്മാർ, എത്ര വികലാംഗന്മാർ, എത്ര കോടീശ്വരന്മാർ, എത്രവന്മാർ, ഏതവന്മാരുണ്ടെന്നിരിക്കൊണ്ട് ഇന്നറിയാം. അന്നങ്ങനെയല്ല. മന്ത്രി തലമുഖഞ്ഞ് ആലോചിച്ചിട്ട് ഒരു ചെറിയ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് കുറച്ച് ചെരുപ്പുകൾ വേണം, പഴയ ചെരുപ്പുകൾ വേണമെന്ന് പറഞ്ഞു, പൊട്ടിയ ചെരുപ്പുകൾ വേണമെന്ന് പറഞ്ഞു. ആ പൊട്ടിയ ചെരുപ്പുകൾ കൂട്ടിയിട്ടു. രാജാവ് നായാട്ടിന് പോയി. തിരിച്ചു വരുമ്പോൾ മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് ഈ ചെരുപ്പുകൾ തുന്നിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് രാജാവ് ചോദിച്ചത്, മന്ത്രി ഇതെന്താ ചെയ്യുന്നതെന്ന്. അപ്പം അന്നേരം മന്ത്രി എഴുതിയെന്ന് തരട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ അന്തകൻ രാജാവാണെന്ന്, കണ്ണില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ രാജാവാണെന്ന്. അക്ബർ ബാഷ ദേഷ്യം വന്നു വായിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ പൊട്ടനാ. മന്ത്രിയെ വിളിച്ചു, ചോദിച്ചു, ഇതെന്താ എഴുതിയിരിക്കുന്നത് ചോദിച്ചു. അപ്പം പറഞ്ഞു, കണ്ണ് ഉള്ളതുകൊണ്ട് കണ്ടിട്ടും പിന്നെ എന്താണെന്ന് ചോദിക്കുന്നില്ലേ, അവനാണ് ഏറ്റവും വലിയ അന്തകൻ എന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞു, കണ്ണുള്ളവൻ ഇന്ന് കാണാത്ത ഭാഷ നടിക്കുവാണ്. എത്ര പാവപ്പെട്ട നമ്മളെ കേരളത്തിലുണ്ടെന്നറിയോ? ഇവരെയൊന്നും ആർക്കും കാണുന്നില്ല. ഇപ്പം ആഘോഷിക്കാൻ പോവാം, വലിയ വലിയ ഇതൊക്കെ വിളിച്ചിട്ട് ആഘോഷിക്കാൻ പോവാം. കാരണം പട്ടിണി പാവങ്ങൾ ആരും ഇല്ലെന്ന്. ഭരിക്കുന്ന രാജ്യക്കാരെ പറയുന്നതല്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരാളും എത്തിക്കുന്നില്ല. മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ ഫയലുകളുണ്ടെങ്കിലും മുഖ്യമന്ത്രിനെ എത്തിരിക്കുന്നില്ല. എത്ര ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഭരിക്കുന്നവർ ഞാൻ പറയുവാണ്, നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കൂ. ഇന്ന് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇല്ലാത്ത വീടുകളുണ്ട്, മുളക് പൊടി ഇല്ലാത്ത വീടുകളുണ്ട്. ഉള്ളവനിഷ്ടം പോലെ ഉണ്ട്. സ്വിസ് ബാങ്കിലും മറ്റേ ബാങ്കിലും മറിച്ച ബാങ്കിലൊക്കെ അക്കൗണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലാത്തവർക്ക് എവിടെയില്ല. 20 വർഷമായിട്ട് ഞാൻ വാടകയ്ക്ക് കിടക്കുക. അറ്റാക്കൊന്നും സുഖമില്ലാത്ത വ്യക്തിയാണ്. എന്നെപ്പോലെ എത്ര പേര് ഇവിടെ ഉണ്ടെന്നറിയാം, വീടില്ലാത്തവർ. വെള്ളത്ത് പോലും പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു നാറിയ പഞ്ചായത്താണ്. വിധവക്ക് പോലും അവർ വീട് കൊടുക്കുന്നില്ല. അവർ പറയുന്നത് എന്താട്ടെ, ഈസ്റ്റേൺ ബിരിയാൻ വന്ന പോലെ ഒരു ഫ്ലാറ്റ് വെച്ച് ഫ്ലാറ്റിന് ആരെങ്കിലും മരുവാണെങ്കിൽ ഞങ്ങൾ ഫ്ലാറ്റ് വെക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വീടില്ല. കണ്ണുള്ള അന്ധന്മാരെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുവാണ്, കണ്ണ് തുറന്നു കാണുവിൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അക്ബർ ബാഷയെ പോലെ ആവരുത്.
ഇന്ന് ഡൽഹി പിന്നെ അമിത്ഷാ പറയുന്നത് പറയട്ടെ, ഞാൻ ആകാശം മുട്ട അമ്പലം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. എടാ, നീ ആകാശം മുട്ട അമ്പലം ഉണ്ടാക്കിയാലും നീ ചത്തുപോകും. നിന്റെ ദൈവം കൊന്നുകളയും. ആകാശം മുട്ടയുള്ള പള്ളി ഉണ്ടാക്കിയാലും നിന്റെ അള്ളാഹ് കൊന്നുകളയും. ആകാശം മുട്ടയുള്ള ചർച്ച ഉണ്ടാക്കിയാൽ നിന്റെ ദൈവം കൊന്നുകളയും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? മരിക്കണം, നിങ്ങൾ ചത്തുപോരുത്. മോദി സർക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് ഗുജറാത്തിലൊക്കെ ലോക കോടീശ്വരന്മാരുള്ളതാണ്. ഗുജറാത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ളത് ഗുജറാത്തികളാണ്. അംബാനി കിടക്കുന്നു, കിംബാനി കിടക്കുന്നു, ഇവർക്കൊക്കെ കളിക്കാനും പിളിക്കാനൊക്കെ സമയം ഉണ്ടാവുള്ളൂ, ഗെയിം കളിക്കാനൊക്കെ. ഞാനൊരു കാര്യം പറയാം, അമിത്ഷാൻ്റെ അടുത്തൊരു കാര്യം പറയാണ്, മോദിജീൻ്റെ അടുത്തൊരു കാര്യം പറയാണ്. നിങ്ങൾ മുസ്ലിംസിനെ സഹായിക്കണ്ട, അവിടെപ്പെട്ട പാവപ്പെട്ട ഹിന്ദുക്കളെ നിങ്ങൾ സഹായിക്കുക. ഇന്ന് ഒരു ഗുജറാത്തി സ്ത്രീ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ട 4 കർട്ടനുള്ളൂ, വീടില്ല. രാത്രിയാകുമ്പോൾ ചെന്നായിക്കളെ പേടിച്ചിട്ട് അവർക്ക് ഉറക്കമില്ല, കാത്തിരിക്കുകയാണ്. വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസം ഇല്ല, പാൻപ്രാക്ക് വായിലിട്ടുകൊണ്ടിരിക്കുക. 4 വയസ്സായ കൊച്ചുകൾ 4 വയസ്സായ കൊച്ചുങ്ങൾ പാൻപ്രാക്ക് ഇട്ടുകൊണ്ടിരിക്കുക. 4 വയസ്സായ കുട്ടികൾ വരെ പാൻപ്രാക്ക് ഇട്ടുകൊണ്ടിരിക്കണം. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. ഗ്രാമപ്രദേശങ്ങളിൽ പോയി നോക്ക്, പാവപ്പെട്ട ഹിന്ദുക്കളെ നിങ്ങൾ നോക്കിയാൽ മതി, മുസ്ലിംസിനെ നോക്കണ്ടെന്നേ. നിങ്ങളെ ഹിന്ദുക്കളെങ്കിലും മര്യാദയ്ക്ക് നിങ്ങൾ നോക്ക്. എന്നിട്ട് ജാതി സ്പിരിറ്റ് അമ്പലവും അതൊക്കെ കെട്ടിപ്പോക്കാൻ നോക്ക്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കണ്ണുണ്ടാക്കിയിട്ട് നീയൊക്കെ അന്ധന്മാരാ, അന്ധൻ പൊട്ടൻ കണ്ണില്ലാത്തവന്മാരാ നിങ്ങൾക്ക്. കാഴ്ച കൊണ്ടെന്ന് കാര്യമുണ്ടോ? കണ്ണ് തുറന്ന് നോക്കൂ. ഹാ ഖോൽ കെ ദേഖോ, गरीब हटाओ, उसका बाद में तू मंदिर बनाओ, नहीं तो तू कुत्ते की मौत मरेगा. मरने वाले है सोचो, बेमत मौत मारो, सीधा मौत मरो. उधर का गरीब हटाओ, हिंदू भाई के गरीब हटाओ, इसका बाद में तुम दुनिया का ख्याल रखो. അവിടെ എത്ര പട്ടിണി പാവങ്ങളുണ്ട്, അവരെ ഒന്നും നിങ്ങൾ നോക്കുന്നില്ല. ചുമ്മാ കിടന്നും കൊണ്ട് ആഘോഷിക്കുക പട്ടിണി പാവങ്ങൾ. കേരളത്തിലെവിടെ അത്തപ്പാടി ആദിവാസികളൊക്കെ നോക്കുകയെ, അവർക്ക് കിട്ടുന്ന ആഹാരം കിട്ടുന്നില്ലെന്നേ. ഇടയ്ക്ക് വെച്ച് ചോർന്നിരിക്കുക. ഈ ആദിവാസികൾക്ക് കിട്ടേണ്ട ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല. എത്ര ഹരിജൻസ് കുടുംബം ഇപ്പോഴും വാടകയ്ക്ക് കിടക്കുന്നു. കളക്ടറേറ്റ് കയറി ഇറങ്ങിയിട്ട് അവർ ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട്. അടിവസ്ത്രം വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആദിവാസികളും ഹരിജൻസൊക്കെ, മുസ്ലിംസും ഉണ്ട്. യൂസുഫ് അലി എന്നൊരു വ്യക്തി വരും, പുള്ളി വന്ന് ഇറങ്ങിയാൽ തന്നെ ക്യാമറക്കാരെ വിളിക്കും, നിനക്ക് 5 ലക്ഷം 10 ലക്ഷം, തീർന്നു. പാവപ്പെട്ടവരെ അവർക്കൊന്നും കണ്ണ് കാണൂല. യൂസുഫ് അലി എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് പാവപ്പെട്ടവരെ കണ്ണു കാണൂല. ഏഷ്യാനെറ്റോ മറ്റേ TV-കാരോ ഉള്ളിടത്തേ കണ്ണ് കാണുള്ളൂ. കണ്ണില്ലാത്തവന്മാരെ കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കൂ. അക്ബർ ഭാഷ പോലെ അന്ധന്മാരാകല്ലേ. അന്ധന്മാരൊക്കെ എന്തൊരു നല്ലവരെന്നറിയോ? ഇത് കഴിഞ്ഞ ആഴ്ച ഇത് കണ്ടു, ഒരു പ്രൈവറ്റ് ബസ്സിൽ കണ്ണില്ലാത്തൊരു വ്യക്തി അവിടെ മുമ്പിലത്തെ ഒരു പിടി പോയപ്പം സ്കൂട്ടറായി വെച്ചിട്ട് അത് ടൈറ്റായിക്കൊണ്ടിരിക്കുക. എത്രയാ കണ്ണുള്ളവന്മാർ അതിലെ കൂടി പോയിക്കൊണ്ടിരുന്നു, യാത്ര ചെയ്തോ? അപ്പം ലോകത്തിലേക്ക് ഏറ്റവും വലിയ അന്ധകന്മാരാരാണ്? കണ്ണുള്ളവരാണ്. ഇപ്പോഴും എത്ര പാവപ്പെട്ടവർക്ക് വീടില്ലെന്നറിയോ? ഞാൻ 20 വർഷമായിട്ട് വീടില്ലാതെ കിടക്കുന്നവനാ. അറ്റാക്കൊന്നും സുഖമില്ലാത്തവനാ. ചോദിക്കുമ്പോൾ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കുന്ന പറഞ്ഞ ആർത്ത കൊടുക്കണ്ടേ? പറ. ഇതൊക്കെ CM അറിയുന്നുണ്ടോ?
സി എമ്മിൻ്റെ ഞാനൊരു പരാതി കൊടുത്തിട്ട് ആ പരാതി വരെ അന്വേഷിക്കാൻ ആളില്ല. കാരണം പറഞ്ഞാൽ അവിടെ എത്തുന്നില്ല. അടുത്ത വീഡിയോ കാണാം.